ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 കമ്പനീസിൻ്റെ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 40 വേക്കൻസി, 45 വേക്കൻസി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. പുൽമാൻ ദുബായിലെ ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്, 5 സ്റ്റാർ റിസോർട്ട് ഹോട്ടലാണ്. അതിലേക്ക് ഓൾമോസ്റ്റ് ഒരു 25 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽസ് പറയാം. പീപ്പിൾ ആൻഡ് കൾച്ചർ കോർഡിനേറ്റർ, പിന്നെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് വേക്കൻസി, അസോസിയേറ്റ്സിൻ്റെ വേക്കൻസി, പിന്നെ അസോസിയേറ്റ് റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് വേക്കൻസീസ് ഉണ്ട്, റിസർവേഷനിലേക്ക് വേക്കൻസീസ് ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വേക്കൻസീസ് ഉണ്ട്, ബെൽ ബോയ്സ് ആയിട്ട് വേക്കൻസീസ് ഉണ്ട്, ബെൽ അറ്റൻഡൻറ്റ്, പിന്നെ വെയിറ്റേഴ്സ്, പിന്നെ GSE ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ്, ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ്സ്, പിന്നെ ഷെഫുമാർ കോമി 1, കോമി 2, കോമി 3 അങ്ങനെ CDCP, CDP വരെ. പിന്നെ വരുന്നത് കോൾ സെൻറ്റർ, ഹൗസ് കീപ്പിംഗ് അസോസിയേറ്റ്, ഗാർഡനർ. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഡൗൺ ലെവൽ സ്റ്റാഫ് മുതൽ, അതായത് ട്രെയിനിങ് കഴിഞ്ഞ് ഇനീഷ്യലി ജോബിന് കയറുന്നത് മുതൽ ഹൈ എൻഡ്, അതായത് ഒരു പീപ്പിൾസ് കൾച്ചർ കോർഡിനേറ്റർ അല്ലെങ്കിൽ മാനേജർ, പിന്നെ റെസ്റ്റോറൻറ്റ് മാനേജർ, ഫ്രണ്ട് ഓഫീസ് മാനേജർ, അതായത് ഡൗൺ ലെവൽ സ്റ്റാഫ് മുതൽ മാനേജീരിയൽ വേറെ വേക്കൻസീസ് വരുന്നുണ്ട് ഈ പുൽമാൻ ദുബായിലെ ഈ ഒരു ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്ക്, പുൽമാൻ ദുബായ് ഡൗൺ ടൗൺ ഹോട്ടലിലേക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് വേക്കൻസി. അപ്പോൾ 2 മെയിൽ IDs ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് reservations.പുൽമാൻ ദുബായ് ഡൗൺ ടൗൺ @accor.ae. അക്കോർ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലാണ്, വലിയൊരു ബ്രാൻഡാണ് അക്കോർ ബ്രാൻഡ്. അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് HR.പുൽമാൻ ദുബായ് ഡൗൺ ടൗൺ @accor.ae എന്ന് പറയുന്നത്. ഈ 2 മെയിൽ IDസിലാണ് എനിക്ക് മെയിൽ അയക്കണം. ഞാൻ മെൻഷൻ ചെയ്തേക്കാം മെയിൽ IDs. പിന്നെ വരുന്നതാണ് HMS എന്ന് പറയുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക്. ഓൾമോസ്റ്റ് 22 വേക്കൻസീസ് അവിടെയും വരുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽസ് ഞാൻ പറയാം. കുറേ വേക്കൻസി വരുന്നുണ്ട്. ഞാൻ എല്ലാ വേക്കൻസിയും പറയുന്നില്ല, പക്ഷേ എൻ്റെ ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വേക്കൻസീസ് എന്ന്, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും. ഒപ്തമോളജിസ്റ്റ്, ഗസ്റ്റ് അറ്റൻഡൻറ്റ്, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, കോർഡിനേറ്റർ, അതായത് മെഡിക്കൽ റെക്കോർഡിൻ്റെ കോർഡിനേറ്റർ, പിന്നെ ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ഡാറ്റ മാനേജ്മെൻറ്റ് കോർഡിനേറ്റർ, പിന്നെ സെയിൽസിലേക്ക് ഫാർമസിസ്റ്റായിട്ട്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട്, പിന്നെ വരുന്നത് രജിസ്റ്റേർഡ് നേഴ്സ്, പല ഇതിലേക്ക് വരുന്നുണ്ട്, ICU, OP, അങ്ങനെ പല രീതിയിലേക്ക് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നേഴ്സസ്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 25 വേക്കൻസി HMS മിഡ്ഫെയർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ വേക്കൻസി പറയുന്നുണ്ട്. അപ്പോൾ മെയിൽ അയക്കാൻ 3 മെയിൽ IDs ആണ്. അതിൽ 2 ഞാനിപ്പോൾ പറയാം, ബാക്കി എൻ്റെ സ്ക്രീനിലും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. career@hmso.ae, അതുപോലെ തന്നെ careers@hmso.ae എന്ന് പറയുന്ന മെയിലിലേക്ക് മെയിൽ അയക്കാൻ ഞാൻ ഈ സ്ക്രീനിലും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ വീഡിയോയുടെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഡിസ്ക്രിപ്ഷനിലും നോക്കാം, എൻ്റെ വീഡിയോയിലും നോക്കാം, എന്നിട്ട് മെയിൽ അയക്കാം. മെയിൽ അയക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും മെയിൽ അയച്ചാലും സബ്ജക്റ്റിൽ ഏത് പൊസിഷനിലേക്ക് അയക്കണം എന്ന് വെച്ചേക്കണം. അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പം മെയിലേക്കാണ് ഞാനിപ്പം രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മെയിലേക്കാണ് CV to the position of രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ അയക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വേക്കൻസീസ് ആയിട്ട് വരുന്നോടം വരെ സൈനിങ് ഓഫ്. ഈഗ്ലസ് ജോബ്സ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ന്യൂ വീഡിയോസ്.